രാത്രി ഇശാ കഴിയുമ്പോ മുഴുവൻ പുതപ്പിനടിയിലൂടെ ഫോൺ വെച്ചിട്ട് കാമുകനുമായി വ്യഭിചാരത്തിന്റെ സംസാരിക്കുന്ന പെങ്ങളായി മുസ്ലിം ലോകത്തിന്റെ പെണ്ണുങ്ങന്മാര് മാറിക്കൊണ്ടിരിക്കുമ്പോ ഇതാണ് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു തന്നത്. നിന്നെ ഇങ്ങനെ ആ നരകത്തിന്റെ തേളുകൾ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാ, അതിൽ നിന്ന് രക്ഷയില്ല. അതുകൊണ്ട് പേടിയാണ് പെണ്ണേ. ഇന്നല്ലേ നമുക്ക് കുറച്ചു നാള് മുമ്പല്ലേ പത്രമാധ്യമങ്ങളിലൂടെ കടന്നു വന്നത്, ലോകം തന്നെ കിടുങ്ങിപ്പോയ വാർത്തയാണ്. എന്റെ ഭാര്യ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവളാണെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, ഭാര്യയ്ക്ക് വേണ്ടി എല്ലാം മറന്നുകൊണ്ട് വിവാഹത്തിന്റെ 3-ാം നാള് വിദേശത്തേക്ക് കടന്നുപോയിട്ട് തന്റെ ചോരത്തുള്ളികൾ വേർപ്പ് തുള്ളികളായി ഒഴുക്കിയിട്ട് 10,000 കെട്ടുകൾ എന്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി അയച്ചു കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾ കേട്ടതല്ലേ, ഈ കേരളത്തിലല്ലേ നിങ്ങളെ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞത്? പ്രിയപ്പെട്ട കാമുകന് വേണ്ടി കാമുകനെ കൊണ്ട് ഭർത്താവിന്റെ തലക്കടിച്ച് വീഴ്ത്തിയപ്പോ, ഭർത്താവ് ആ തലക്കടിയേറ്റിട്ട് മരിച്ചില്ലെന്ന് മനസ്സിലാക്കിയപ്പോ, തന്റെ കാമുകന് തലക്കടിച്ചപ്പോ ഭർത്താവ് മരിച്ചില്ലെന്ന് മനസ്സിലാക്കിയ തന്റെ പ്രിയപ്പെട്ടവളുണ്ടല്ലോ, കുറെ നാൾ ഒരു ശരീരമായി ജീവിച്ചവളാ, കുറെ നാൾ ഒരേ മനസ്സായി ജീവിച്ചവളാ, എത്രയോ വർഷക്കാലം നിന്റെ സ്വപ്നങ്ങളെ മാറ്റിവെച്ചത് അവക്ക് വേണ്ടിയാ, എത്രയോ വർഷക്കാലങ്ങൾ നിന്റെ സന്തോഷം മാറ്റിവെച്ചത് അവക്ക് വേണ്ടിയാ, എത്രയോ വർഷക്കാലം നിന്റെ ആഗ്രഹങ്ങൾക്കെല്ലാം മൂടുപടവിട്ടത് അവക്ക് വേണ്ടിയാ. പക്ഷേ അവിടെയോ കാണ്ടാമൃഗത്തിനേക്കാൾ അതപ്പതിച്ചു പോകുന്ന മനസ്സിന്റെ ഉടമയായ കാട്ടോളമുള്ള ഒരു പെണ്ണുണ്ടല്ലോ, കാമുകന്റെ തലക്കടിയേറ്റ് വീഞ്ഞ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് സ്വന്തം കൈകൊണ്ട് മരിച്ചില്ലെന്ന് പറഞ്ഞപ്പോ കത്തിവെച്ച് കഴുത്തറുത്ത് മാറ്റിയ പെണ്ണായി സ്വന്തം ഭാര്യ മാറിപ്പോയ കാലഘട്ടമാണ് ചെറുപ്പക്കാരാ.